അനുമോൾക്ക് പി ആർ എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഒരു ദിവസം ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ ചേട്ടാ പി ആർ വേണം ചേട്ടാ. ഞാൻ പറഞ്ഞു നിനക്ക് എന്തിനാ പി ആർ, നിന്നെ ഓൾറെഡി ആൾക്കാർക്ക് അറിയാലോ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെയല്ല ചേട്ടാ, എല്ലാവരും പറഞ്ഞു പി ആർ ഉണ്ടെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഫുള്ളി നെഗറ്റീവ് ആയി കളയും. അപ്പോൾ ബേസിക്കലി ഷോന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കണ്ടന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്, ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ ഒരാളെയും പോസിറ്റീവ് ആക്കാൻ ചിലപ്പോൾ ആ ഷോന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഒരാളെ തന്നെ പോസിറ്റീവ് ആക്കി ഇവൻ കൊള്ളാം സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ആ ഷോ ഒരിക്കലും ആ ഷോന്റെ ഇത് അങ്ങനെയല്ല. ആ ഷോന്ന് വെച്ചാൽ അവിടെ 25 പേരുണ്ടെങ്കിൽ ആ 25 പേര് ചെയ്യുന്ന പല പല കാര്യങ്ങൾ അവർ പുറത്തു വിടും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ജഡ്ജ്മെന്റിലാണ്. മനസ്സിലായി, അവൻ അങ്ങനെ ചെയ്തു. അതായത് നമ്മളൊരു 10 പേര് ഇരുന്നിട്ട് കുറ്റം പറയും, അവൻ കണ്ട മാറുന്ന കുറ്റം പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന കുറ്റം പറച്ചിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ആ കുറച്ച് ജഡ്ജ്മെന്റലായിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഇതൊരു ടൈം പാസ്സാണ്, ഒരു ഫണ്ണാണ്. അപ്പോൾ ആൾക്കാർ വളരെ ചെറിയ മിസ്റ്റേക്സ് പോലും ജനങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ചെറിയൊരു വാക്ക് നമ്മളിപ്പോൾ ഡെയിലി തെറി വിളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തെറി വിളിച്ചാൽ നമ്മളെ ടെലിവിഷനിൽ പോയിട്ട് അവൻ ചീത്ത വിളിച്ചിരിക്കുന്നു, അത് ഭയങ്കര മോശമായി പോയി. ചർച്ചയാണ്, ടെലിവിഷൻ ചർച്ചയാണ്. ഒരു ന്യൂസ് 18 പോലെ ചാനലൊക്കെ ചിലപ്പോൾ ഡിബേറ്റ് വരെ ഉണ്ടാവാം.